വടകരയുടെ എംപിയായ ഷാഫി പറമ്പിൽ ലോക്സഭയിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി നടത്തിയ പ്രസംഗം ഏറെ വൈറലായിരുന്നു. At times the airline prices will be 5,000 or 6,000 for the same distance during the vacation, during the season. When they come to meet their family, they are being charged 50,000, 60,000, sir, even to 85,000 for economic class. Sir, how can a four-member family afford this? സോഷ്യൽ മീഡിയയിലും മുൻനിര മാധ്യമങ്ങളിലുമൊക്കെ ഏറെ ചർച്ചകൾക്ക് ഇട നൽകിയ ഒരു പ്രസംഗം. പ്രവാസികളായ മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് ചില സീസണുകളിൽ, ചില സമയങ്ങളിൽ രാജ്യത്തിലേക്ക് വരുന്നതിനും മടങ്ങിപ്പോകുന്നതിനും എയർലൈൻ കമ്പനികൾ ചുമത്തുന്ന വലിയ നിരക്കിനെ കുറിച്ചായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രസംഗം. കുടുംബത്തെ നോക്കാൻ നാടിനു വേണ്ടി അന്യനാടുകളിൽ മണലാരണ്യങ്ങളിൽ പോയി പണിയെടുക്കുന്ന പ്രവാസികളായ ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം രണ്ട് കൈയും നീട്ടിയാണ് ഏറ്റെടുത്തത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ലോക്സഭാ മണ്ഡലമാണ് വടകര. ആ വടകരയുടെ പ്രതിനിധിയായിരിക്കുന്ന ഷാഫി പറമ്പിൽ വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവാസ ലോകത്തെത്തിയപ്പോൾ അവർക്ക് നൽകിയ വാക്കാണ്, ഞാൻ ജയിച്ചു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ലോക്സഭയിൽ ഒരംഗമുണ്ടാകും എന്നത്. ആ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ ലോക്സഭയിൽ ആ വിഷയത്തിൽ ഇടപെട്ടത്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള ഫ്ലുവന്റായ ആ പ്രസംഗം രണ്ട് കൈകളും നീട്ടിയാണ് മലയാളികൾ ഏറ്റെടുത്തത്. പക്ഷെ ഇപ്പോൾ വീണ്ടും എയർലൈൻ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതേ തുടർന്ന് ഷാഫി പറമ്പിൽ ലോക്സഭയിൽ പ്രസംഗിച്ചതിനെ തുടർന്ന് എയർലൈൻ കമ്പനികൾ ഈ തുക വർദ്ധിപ്പിച്ചു എന്ന തരത്തിൽ വലിയ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഒരുപക്ഷെ ഷാഫി പറമ്പിൽ എന്ന പ്രതിപക്ഷത്തിരിക്കുന്ന എംപിക്ക് ആ വിഷയം രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ മാത്രമേ സാധിക്കൂ. അതിൽ കൃത്യമായി ഇടപെടേണ്ടത് കേന്ദ്ര വ്യോമയാന വകുപ്പാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. അവരാണ് എയർലൈൻ കമ്പനികളുമായി ചർച്ച നടത്തി ആ വിഷയത്തിൽ ഒരു ഉചിതമായ തീരുമാനമെത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു നടപടി എടുക്കേണ്ടത്. പക്ഷേ ഷാഫി പറമ്പിൽ നടത്തിയ പ്രസംഗം യാതൊരു വിധമായ ഗുണവും ചെയ്തില്ല എന്നും, മറിച്ച് ഷാഫി പറമ്പിൽ അത് പ്രസംഗിച്ചത് കൊണ്ട് മാത്രം എയർലൈൻ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചു എന്ന തരത്തിൽ വലിയ പ്രചരണം അഴിച്ചുവിടുന്നത് ഇവിടുത്തെ ഇടത് സൈബർ ഇവിടുത്തെ BJP സൈബർ ഇടങ്ങളുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഉയർത്തി കാണിക്കുവാൻ കാണിച്ച ഷാഫി പറമ്പിലിന്റെ മനസ്സിനെ, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ അനുമോദിക്കുന്നതിനു പകരം അദ്ദേഹത്തിനെതിരെ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നതിനാണ് ഇത്തരം ഗൂഢ സംഘങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഷാഫി പറമ്പിൽ ഉയർത്തിയത് ഒരു ചെറിയ വിഷയമൊന്നുമല്ല. തുച്ഛമായ വരുമാനമാണെങ്കിലും കുടുംബത്തെ നല്ല രീതിയിൽ നോക്കാമെന്ന് കരുതി ലേബർ ക്യാമ്പിലൊക്കെ പോയി ജോലിയെടുക്കുന്ന, തുച്ഛമായ ശമ്പളത്തിന് ജോലിയെടുക്കുന്ന ഒട്ടനവധി പ്രവാസികളുണ്ട്. അവർക്ക് നാട്ടിലേക്ക് തന്റെ കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ ഒന്ന് കാണണമെങ്കിൽ, ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും പെരുന്നാളിനും ഒക്കെ നാട്ടിലേക്ക് എത്തണമെങ്കിൽ എയർലൈൻ കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരുന്നത് വലിയ തുകയാണ്. പല പ്രവാസികളും ഈ തുക താങ്ങാൻ വയ്യാതെ ഉള്ള പണം നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവിടെ തന്നെ തുടരുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്നതുമാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഏറെ ആശ്വാസമായിരുന്നു, പ്രതീക്ഷയായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MP എന്ന നിലയിൽ, ഒരു യുവ MP എന്ന നിലയിൽ തന്റെ നാടിനെ ബാധിക്കുന്ന ആ വിഷയം, നാട്ടുകാരെ ബാധിക്കുന്ന ആ വിഷയം ലോക്സഭയുടെ മുന്നിൽ എത്തിക്കാൻ മാത്രമേ ഷാഫി പറമ്പിലിന് കഴിയുമായിരുന്നുള്ളൂ. അത് അദ്ദേഹം കൃത്യമായി ചെയ്യുകയും ചെയ്തു. രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടുമെന്ന വിശ്വാസം ഇപ്പോഴും ആർക്കും വന്നിട്ടില്ല. ഒരുപക്ഷെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധികാരപ്പെട്ട ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ, മലയാളികളായാലും ഇന്ത്യക്കാരായാലും, പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെടുന്ന, പൊരുവെയിലത്ത് കഷ്ടപ്പെടുന്ന പണമാണ് ഇത്തരത്തിൽ എയർലൈൻ കമ്പനികൾ കൊള്ളയടിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കൊടുക്കാത്ത ചില എയർലൈൻ കമ്പനികളുമുണ്ട്. അവരും ഈടാക്കുന്നത് വലിയ തുകയാണ്. ഒരുപക്ഷെ ആ സമയത്തെ ആവശ്യം കൊണ്ട് എത്ര വലിയ തുക കൊടുത്തിട്ടായാലും നാട്ടിലേക്ക് വരാനോ പോകാനോ പ്രവാസികൾ ആ എയർലൈൻ കമ്പനികളെ തിരഞ്ഞെടുക്കുവാൻ നിർബന്ധിതരാകുന്ന കാഴ്ചയും നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഷാഫി പറമ്പിലിനെ കുറ്റം പറയേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് ചെയ്തത്, അദ്ദേഹത്തിന്റെ കടമയാണ് ചെയ്തത്, അദ്ദേഹം കൊടുത്ത വാക്ക് നിറവേറ്റുകയാണ് ചെയ്തത്. ആ വിഷയം ലോക്സഭയിൽ കൃത്യമായി അവതരിപ്പിക്കുവാൻ ഷാഫി പറമ്പിലിന് സാധിച്ചു. UDF ക്യാമ്പിൽ നിന്ന് ഒട്ടനവധി യുവാക്കളായ MP-മാരെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അഭിനന്ദനം അർഹിക്കുന്ന 2 പേരാണ് ഈ ഷാഫി പറമ്പിലും ഡീൻ കുര്യാക്കോസും. എന്തുകൊണ്ട് ഡീൻ കുര്യാക്കോസിന്റെ പേരെന്ന് ചോദിച്ചാൽ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാശങ്കയിൽ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് 4-5 ജില്ലകളെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മഹാദുരന്തമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം കൃത്യമായി ലോക്സഭയിൽ പറയുന്നു, കേരളത്തിനുമേൽ നിൽക്കുന്ന ജലബോംബാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. മുല്ലപ്പെരിയാറിലെ ഇപ്പോൾ നിലവിലുള്ള ഡാം
ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ഡീൻ കുര്യാക്കോസ് കൃത്യമായി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. മലയാളിക്ക് വേണ്ടി സംസാരിക്കാൻ യുവാക്കളായ ജനപ്രതിനിധികൾ രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ട് എന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിലും പരമാവധി വിമർശിക്കാതിരിക്കുവാനെങ്കിലും ജനങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.